ഹലോ, ശിവരാത്രി വ്ളോഗാണേ. ഈ ട്രെയിൻ പോയിട്ട് വേണം നമുക്ക് പോകാം. പതിപോലെ തന്നെ ഞാനും വിവിനുമാണ് പോകുന്നത്. സ്ഥലം കണ്ടപ്പോൾ മനസ്സിലാക്കിയാൽ ആലുവ പാലം നല്ല ഭംഗിയില്ലേ കാണാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിൽ എടുത്ത് വെച്ചത്. പിന്നെന്താണ്, കാഴ്ചകൾ കണ്ട് അങ്ങ് പോവാണ്. അപ്പാണ് ഈ കണിക്കൊന്ന കണ്ടത്. കണിക്കൊന്നാണ് നിൽക്കുക. നിങ്ങൾക്ക് ശിവരാത്രിക്ക് തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇനി എന്താ പറയണേ, വിഷു നമ്മൾക്ക് ഒരൊറ്റെണ്ണം കാണും. അപ്പോൾ കാണുന്നിടത്തിൽ നോക്കുന്നിടത്തിലെല്ലാം കണിക്കൊന്നേ. ഞാൻ ആദ്യമായിട്ടാണ് ശിവരാത്രിക്ക് ആലുവ ശിവക്ഷേത്രം പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം, എന്തോരം ആൾക്കാരാ, അങ്ങനെ ഒരു മൈൻഡ്. കാരണം ഞങ്ങളുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ അമ്പലമാണ്, ആൾക്കാരും കുറവായിരുന്നു. എൻ്റെ ഒരു അറിവിൽ ചെറിയ ചെറിയ കുട്ടികളല്ല നമ്മളെ നാട്ടിലല്ലേ ശിവരാത്രിയുടെ ചേച്ചി എടുക്കുന്നുണ്ട്, അറിയാൻ പാടില്ല. അങ്ങനെ അമ്പലത്തിലെല്ലാം കയറി, നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ക്യൂലൊന്നും എൻ്റെ അമ്പലത്തിലെല്ലാം അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി. കാരണം എന്ന് വെച്ചാൽ പുറത്ത് കാണാൻ ഇതിലും വലിയ കാഴ്ചകളുണ്ട്. കാരണം നോക്കിയേ, പീറ്റത്തോട്ടിലുണ്ട്, പല ടൈപ്പ് ഗെയിംസും ഉണ്ട്. ആൾക്കാർ കുറവായിരുന്നു. ഐ മീൻ ഗെയിംസിലുള്ള ആൾക്കാർ കുറവായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു നൈറ്റ് ആയിരിക്കുമല്ലോ കുറച്ചുകൂടി ഉണ്ടാവുക. ഈ ഗെയിംസ് എല്ലാം കുറച്ചും കൂടി ഓൺ ആവുക ആ ഒരു ടൈമിനല്ലേ. ആൾക്കാരുണ്ട് എന്നാലും. ഇതെന്ന് വെച്ചാൽ ബിബിന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അതിനേക്കാട് മുമ്പ് ഒന്ന് ഓടിപ്പടിച്ച് വന്നതൊന്ന് കാണാലോ എന്നെല്ലാം വിചാരിച്ചിട്ട് നൈറ്റ് വരും. നൈറ്റ് വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടാം വേറൊരു ദിവസം വന്നിട്ട്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടുപോകുമ്പോൾ ഈ കുലുക്കീൻ്റെ കട കാണുന്നത്. നിങ്ങൾ എത്ര പേര് ഈ കുലുക്കീൻ്റെ കടയിൽ വന്നിട്ട് അന്ന് കഴിച്ചിട്ടുണ്ട്? ഒന്ന് കമൻ്റ് ഇട്ട് കേട്ടുക. ഞാനും ബിബിനും കൂടി, ഞാനൊരു മാംഗോ കുലുക്കിയും അവൻ എനിക്ക് തോന്നുന്നു ബൂസ്റ്റ് കുലുക്കിയും കൂടി പറഞ്ഞു. കൊള്ളാം, എൻ്റെ മാംഗോ കുലുക്കിയായിരുന്നു അവൻ്റെ ബൂസ്റ്റിനേക്കാളും ടേസ്റ്റ് ഉള്ളത്. ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടി അവിടെ ഇവിടെ എല്ലാം നടന്ന് നിങ്ങളിത് കണ്ടിക്ക, ഓലയും കൊണ്ട് മേഞ്ഞത്. ഇതെല്ലാം കുറച്ചുകൂടി റെയറാണ്. കാരണം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കാണുന്നത് ഇല്ല എന്നല്ല, പക്ഷെ കുറവാണ്. ഇങ്ങനെ നമ്മൾ കുറേ അവിടെയും ഇവിടെ എല്ലാം നടന്ന് എന്നിട്ട് ഈ അമ്മാമ്മനെ കണ്ട് പാവം തോന്നി. പിന്നെ റെസ്പെക്റ്റും തോന്നി. ഈ ഒരു പ്രായത്തിലും പണിയെടുക്കുന്നുണ്ടല്ലോ. പിന്നെ കുറേ കൃഷ്ണന്മാർ ക്യൂ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഉത്സവ പറമ്പും നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ കുറേ കാഴ്ചകളുണ്ടാവും. ഈ പലതരം കച്ചവടവും ചിപ്സും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിപ്സിൻ്റെ കടയിലെല്ലാം കറിയൊക്കെ തോന്നുന്നു. ഞങ്ങളൊരു കോഴിക്കോടൻ ഹൽവ വാങ്ങി, ഒരു കുഞ്ഞ് ഹൽവേൻ്റെ അത് മാത്രം വാങ്ങിയും. പിന്നെ കടേൻ്റെ ഉള്ളിലെല്ലാം പോയി പലതും നോക്കി. പിന്നെ എനിക്ക് തോന്നുന്ന കുറേ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് കൂടുതലും. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. ഞാൻ പാവകളെല്ലാം വാങ്ങുമെന്ന് വെച്ചാൽ 1-2 വാങ്ങും എന്ന് വെച്ചാൽ എല്ലാം വാങ്ങൂല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൗതുകം ഇതൊക്കെ കാണാനും നോക്കാനും. എൻ്റെ ഇപ്പോൾ ഉണ്ട് ഒത്തിരി സാധനങ്ങൾ. ഞാൻ ആർക്കും കൊടുക്കുകയില്ല, അതൊക്കെ സൂക്ഷിച്ച് വെക്കണം. ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് പെരാന്തായിരിക്കും അല്ലേ. എനിക്കും ഉണ്ട് കുറച്ച് പെരാന്ത്. അത് വിട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കടകളാണ് കേട്ടോ, അങ്ങോളം ഇങ്ങോളം കടകളാണ് മൊത്തം. അതുപോലെ അതനുസരിച്ചിട്ട് ആൾക്കാരുണ്ട്. പല ടൈപ്പുള്ള ആൾക്കാരുണ്ട്, പല നാട്ടിലുള്ള ആൾക്കാരുണ്ട്. കാരണം വീഡിയോ എടുത്തെടുത്ത് പോകുമ്പോൾ ആൾക്കാർ എത്ര ഉണ്ട് നമുക്ക് തന്നെ മനസ്സിലാകുന്നത്. മദാമ അടക്കം ഉണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? മദാമ ഈ തിരക്ക് കണ്ട് വന്നതാണ്. എന്താ നിനക്കറിയാൻ പാടില്ല, ഭയങ്കര അത്ഭുതം. എന്താ മദാമ അല്ല മേഡം, ആ ഒരു മൈൻഡ്. ടൂറിസ്റ്റായിട്ടാണ്. അങ്ങനെ എന്ത് ചെയ്തേ, ഇത് നമ്മൾ പെമ്പിളേറെ ഒരു പാർട്ടാണ്. ഞാൻ അധികം മാലയും വളയൊന്നും ഇടാത്ത കൂട്ടത്തില്ല. പക്ഷെ എനിക്ക് കാണണം എന്ത് ഈ അങ്ങനത്തെ കടയിലാണ് വന്ന് ഒന്ന് നോക്കണം, കാണണം. ഒന്ന് പൈസ എല്ലാം ചോദിച്ചിട്ട് വാങ്ങുമൊന്നുമില്ല കേട്ടോ. 2-3 നോക്കി പൈസ എല്ലാം ചോദിച്ച് ഞാൻ എനിക്ക് ഇറങ്ങാം. ഇത് കണ്ട, എനിക്ക് തോന്നുന്നു ഇത് മരണക്കിണറാണ്. ഞാൻ അടുത്തൊന്നും പോയില്ല കേട്ടോ, ദൂരെ നിന്ന് കണ്ടതാ. ഇതെല്ലാം ഓണാവാൻ രാത്രി ആവുമായിരിക്കും. അങ്ങനെ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിപ്സ് എല്ലാം നോക്കി, ഞാൻ പറഞ്ഞല്ലോ വാങ്ങിയായിരുന്നു. ഒന്നുകൂടി എല്ലാം നോക്കി നമ്മളെന്ത് ചെയ്ത് പാർക്കിങ്ങിന് വണ്ടി എടുത്തു. പാർക്കിങ് നല്ല പൊടിയായിരുന്നു കേട്ടോ, നല്ല പൊടി ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പോവാണ്. പാർട്ട് 2 നൈറ്റ് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പാർട്ട് 2 അപ്ലോഡ് ചെയ്യാം കേട്ടോ.